ഹലോ നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ മഴ തോരും മുൻപേൽ അലീനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കമല. കാരണം അലീന കാരണമാണ് ഹരിശങ്കറും മനുവിനോട് തട്ടിക്കയറുന്ന കമലയെയാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ. എല്ലാ തെറ്റും നമ്മുടെ അലീനയുടെ തലയിൽ കൊണ്ട് വെച്ചിട്ടാണ്. മനു വിട്ടു കൊടുക്കും. മനു നല്ല അടിപൊളിയായിട്ട് അമ്മയൊന്നും നോക്കുന്നില്ല. ചിലപ്പോൾ അമ്മയുടെ സ്ഥാനത്ത് വേറെ എല്ലായിരുന്നെങ്കിൽ അവനെ അടിച്ചേനെ. അപ്പോൾ ഇനി നടക്കാം. കൊല്ലപ്പള്ളിയിലെ കമലക്കൊച്ചമ്മ എന്ന് പറഞ്ഞ് നാളെ മുന്നിൽ പോയി ഇനി ഞെളിഞ്ഞ് നിൽക്കാൻ പറ്റും. നാളെ കാലത്ത് നാളെ നേരം വിളിക്കട്ടെ, അപ്പം അറിയാം ഇതിൻ്റെ ഭവിഷ്യത്തുകൾ. നിങ്ങൾ ഇങ്ങനൊരു മകനെ പ്രസവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനു അങ്ങോട്ട് കത്തി കയറുന്നുണ്ട്. അപ്പോൾ അതുപോലെ മനുവിൻ്റെ അച്ഛനെയും വിളിച്ച് വളരെ കൂളായിട്ടാണ് അവർ കാര്യം അവതരിപ്പിക്കുന്നത്. ഹരിയും എല്ലാവരും കൂടെ ചേർന്നൊരു പെൺകൊച്ചിനെയും വിളിച്ച് ഏതോ ഒരുത്തൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ പോയിട്ട് ആ പെണ്ണിനെ പേടിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് പേടിപ്പിക്കേ എന്ന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അല്ല പീഡിപ്പിച്ചു ഒക്കെ ഒന്ന് തന്നെയല്ലേ. എന്നിട്ടിപ്പോൾ അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയെന്ന് വളരെ കൂളായിട്ടാണ് പറയുന്നത് കേട്ടോ. അയാൾ ആകെ അന്തം വിട്ട് നിൽക്കത് നീ എന്താ കമല ഈ പറയുന്നത് എന്ന് അയാൾ തിരിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയൂ എന്നതാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഹരിയുടെ കൂടെ ആ രോഹിത്തുണ്ട്, ആ ബാലചന്ദ്രൻ്റെ അഹങ്കാരം അതോടുകൂടി തീർന്നു കിട്ടുമെന്ന് പറയും. നിർത്തടിക്ക്, നീ എന്താ ഈ പറയുന്നത്, നമുക്ക് വല്ല ബോധം ഉണ്ടോയെന്ന് വെച്ചിട്ട് ഇയാൾ ചീത്തയും പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ രോഹിത്തിൻ്റെയും ഹരിയുടെയും മനുശങ്കറിൻ്റെയും അച്ഛൻ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ പറയും എന്തൊക്കെയാണ് നീ പറയുന്നത്, എന്താ അവിടെ സംഭവിച്ചത്, ബാലേന്ദ്രൻ എവിടെ? എനിക്കൊന്നും അറിയത്തില്ല ബാലേന്ദ്രൻ എവിടെയെന്ന്. ബാലേന്ദ്രൻ ഹോസ്പിറ്റലാണെന്ന് എന്തൊക്കെയോ പറയുന്നത് കേട്ടു, എനിക്കൊന്നും അറിയത്തില്ല. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യ് വേഗമാ. നിങ്ങൾ അറിയുന്നതല്ലേ പോലീസ് സ്റ്റേഷനിൽ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഹരീനെ വിടാൻ പറയുമോ, മറ്റവനവിടെ നിന്ന് കടന്നോട്ടെ. അവൻ്റെ അച്ഛൻ്റെ അഹങ്കാരത്തിന് അവർക്ക് കിട്ടിയ തിരിച്ചടിയെന്ന്. അപ്പോഴും മറ്റുള്ളവരെ നെടുമ്പരക്കാരെ കുറ്റം പറയാനാണ് മൂപ്പത്തിയാരുടെ ശ്രമം. അതിൽ പറയും എന്താ വിവരം ഉണ്ടായതെന്ന് ഞാൻ അലീനയെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ. പിന്നെ വലിയ അലീനെ വിളിക്കുക എന്ന് അറിയുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ വിളിക്കും, അവളെ വിളിച്ചാലേ വിശദമായിട്ട് അറിയുള്ളൂ എന്ന് പറയും. അതിന് പിന്നാലെ നമ്മുടെ മനുശങ്കറിൻ്റെ വരവ്. മനുശങ്കർ വന്നിട്ട് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുവരെയും നേരം വെളുത്തിട്ടില്ല അമ്മയെന്ന് ചോദിക്കുന്നത് മനു വന്നിട്ട്. നിങ്ങൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്, നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, അവനെപ്പോലെ തന്നെ ഒരുത്തനെ നിങ്ങൾ പ്രസവിച്ചിട്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോഴും കമലയ്ക്കും അപ്പോഴാണ് കുറച്ചൊരു ഇത് കയറുന്നത്. അப்புறம் കാണാം, നാളെ പത്രങ്ങളിലും TV ചാനലിലൊക്കെ കാണാം നിറഞ്ഞു നിൽക്കുന്നത്, മകൻ്റെ ഗുണവധ്യാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഇനി വരാൻ പോകുന്നത് എന്താണെന്നൊക്കെ ഇന്ന് കണ്ടറിയണം. ഇനിയെങ്കിലും നിങ്ങൾക്ക് നേരം വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും പറയാനില്ല, എന്നെ കൊണ്ട് അധികം നിങ്ങൾ പറയിപ്പിക്കല്ലേ എന്നും പറയുന്നുണ്ട്. അല്ല ശിവേട്ടനാകെ അന്തം വിട്ട് നിൽക്കുക. അച്ഛനോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുന്നറിയടാ, ഇനി എന്താണ് നമ്മൾ ചെയ്യാറിയോ, അനുഭവിച്ചോ, ഇനി ഇതൊന്നല്ല ഇതിലും വലുത് ഇനി അനുഭവിക്കാൻ